السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ومولانا محمدا عبده ورسوله صلى الله على محمد وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا صدق الله العظيم. وقال النبي صلى الله عليه وسلم ألا وإني أوتيت القرآن ومثله معه أو كما قال عليه الصلاة والسلام. اللهم ألهمنا مراشد أمورنا وأعذنا من شرور نفوسنا ومن سيئات أعمالنا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ ഉലമാക്കളെ, ആദരണീയരായ മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ ഒരുമിച്ച് കൂടലും ഇവിടെ നടത്തപ്പെട്ട കാര്യങ്ങളുമെല്ലാം പൂർണ്ണമായി കബൂലാക്കി തരികയും ഹക്കായ മാർഗത്തെ, യഥാർത്ഥമായ മാർഗത്തെ സ്വീകരിച്ച ജീവിതത്തിൽ പകർത്തി പതറാതെ അതിൽ തന്നെ ഉറച്ചു നിന്ന് അവസാനം വരെ നമ്മളുടെ ഈമാനിനെ കാത്തു സൂക്ഷിക്കാനും ഈമാനോടുകൂടി മരണപ്പെട്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനും അല്ലാഹു അവന്റെ കരുണ കൊണ്ട് നാം എല്ലാവർക്കും, ലോക മുസ്ലിമീങ്ങൾക്ക് മുഴുവനും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനത്തെ സദസ്സുകളെ അതിന് കാരണമായി അല്ലാഹു കബൂലാക്കുകയും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല അതിന്റെ അർഹമായ പ്രതിഫലം നൽകി അവരെയും അവരുടെ പരമ്പരയെയും ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഹക്കിന്റെ കാവൽ ഭടന്മാരായി അല്ലാഹു നിലനിർത്തുകയും ഹക്കിൽ തന്നെ ഉറച്ചു നിൽക്കാൻ എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഉച്ചയ്ക്ക് 2 മണി മുതൽ തുടങ്ങിയ പരിപാടിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ദീർഘമായ സമയം ഇരുന്നു. വളരെ ക്ഷമയോടുകൂടി എല്ലാവരും ശ്രദ്ധയോടുകൂടി ഇരുന്നതിൽ തന്നെ കാര്യത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുന്നുണ്ട്. ഇനിയും കുറെ സമയവും കൂടി ഏതായാലും നമ്മൾ ഇരിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല നമ്മളുടെ ഇരുത്തത്തെ കബൂലാക്കുകയും ഇതിനെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ ഗൗനിക്കേണ്ട 3 വിഷയം, ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട 3 വിഷയവും യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ അവന്റെ ഈമാനിൽ നിന്ന് പുറത്താക്കുന്ന കാര്യമാണ്. റിദ്ദത്തിന്റെ വിഷയങ്ങളാണ്. ലോകത്തുള്ള മുഴുവൻ അംഗീകരിക്കപ്പെട്ട മുഴുവൻ ഉലമാക്കളും യോജിച്ച് ഏകോപിച്ച് ഐക്യകണ്ഠേന അവരുടെ ഫത്വ നൽകിയ വിഷയമാണ് ഷിയയ്യത്ത് ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, ഷിയാക്കൾ മുസ്ലിമീങ്ങളല്ല എന്ന കാര്യം. അതുപോലെ മുഴുവൻ ഉലമാക്കളും ഒന്നടങ്കം ഏകോപിച്ച് തീരുമാനിച്ചിരിക്കുന്ന മുത്തഫിഖായ കാര്യമാണ് ഖാദിയാനിസം ഇസ്ലാമികമല്ല, ഖാദിയാനി മുസ്ലിം അല്ല എന്ന കാര്യം. ഇനി 3ാമത് ഇവിടെ നടക്കുന്ന വിഷയവും ഹദീസ് നിഷേധം. ഹദീസ് നിഷേധവും ഇസ്ലാമിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കുന്നതാണ്. ഇത് 3ഉം റിദ്ദത്തിന്റെ, ഒരു മനുഷ്യൻ മുർത്തദ്ദായി പോകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ആദ്യമേ തന്നെ ഒരു കാര്യം ഉണർത്തുന്നു. ആരെങ്കിലും, അല്ലാഹു തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ, നമ്മളുടെ പരമ്പരകളെയും ഖിയാമത്ത് നാൾ വരെ മുഴുവൻ മുഅ്മിനീങ്ങളെയും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും അല്ലാഹു കാക്കുമാറാകട്ടെ. അബദ്ധത്തിൽ കുടുങ്ങി ആരെങ്കിലും ഷീഇസം വിശ്വസിക്കുകയും ഷീഇസം ഇസ്ലാമാണെന്ന് ഷിയ മുസ്ലിം എന്നുള്ള വിചാരത്തിൽ ഷീഇസത്തെ ഇസ്ലാമിൽപ്പെടുത്തി ഷീഇയായിട്ട് മാറുകയോ, ആരെങ്കിലും ഖാദിയാനിസം ഇസ്ലാമിന്റെ ഒരു വിഭാഗമാണ് എന്ന് മനസ്സിലാക്കി ഖാദിയാനി മുസ്ലിം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അഹ്മദി മുസ്ലിം എന്നുള്ള നിലയിൽ ഖാദിയാനിസം സ്വീകരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല അവർക്ക് തൗഫീഖ് നൽകട്ടെ. അവർ സ്വന്തമായ നിലയിൽ ഈ മജ്ലിസിൽ നിന്ന് പിരിയുന്നതിന് മുമ്പ് തന്നെ തൗബ ചെയ്ത്
കലിമ പുതുക്കി ഈമാനിലേക്ക് വന്നിട്ട് മടങ്ങണമെന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നമ്മളുടെ മരണം എപ്പോഴാണ് സംഭവിക്കുമെന്ന് അറിയുകയില്ല. നമ്മൾ തൗബ ചെയ്യാതെ മരണപ്പെട്ടാൽ ഈ ലോകത്ത് നിന്ന് കാഫിറായി മുർത്തദ്ദായി മരണപ്പെടേണ്ട ഗതികേടിലേക്ക് എത്തിപ്പോകും. അതുകൊണ്ട് ഈ രണ്ട് തരത്തിലുള്ള വിശ്വാസങ്ങളുള്ളവരും പൂർണ്ണമായി ഈ മജ്‌ലിസിൽ നിന്ന് പിരിയുന്നതിന് മുമ്പ് തന്നെ ആർക്കെങ്കിലും അങ്ങനെ വിശ്വാസമുണ്ടെങ്കിൽ അവർ തൗബ ചെയ്ത് കലിമ പുതുക്കി പുതുതായി ഈമാനിലേക്ക് വന്ന് മുഅ്മിനീങ്ങളായിട്ട് ജീവിക്കാൻ ശ്രമിക്കണം. മൂന്നാമത്തെ വിഷയം ഹദീസിന്റെ നിഷേധം. ഹദീസിന്റെ നിഷേധവും ഈമാനിൽ നിന്ന് പുറത്താക്കുന്നതാണ്. അങ്ങനത്തെ വിശ്വാസവും ആർക്കെങ്കിലും ഉണ്ടെങ്കിലും അവരും തൗബ ചെയ്ത് മടങ്ങണമെന്ന് ഈ സന്ദർഭത്തിൽ ആദ്യമേ ഉണർത്തുകയാണ്. മൂന്നാമത്തെ വിഷയം ഹദീസിന്റെ നിഷേധത്തെക്കുറിച്ചാണ്. വളരെ വിശാലമായ നിലയിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണിത്. എങ്കിലും സമയം വളരെ കുറവാണ്. അരമണിക്കൂർ കൊണ്ട് പറഞ്ഞ് തീർക്കേണ്ട കാര്യമാണ് എന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അരമണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല എന്നുള്ളത് എനിക്കും അറിയാം, എന്നെപ്പോലെ ഇത് ഏൽപ്പിച്ച ആളുകൾക്കും അറിയാം. എന്തായാലും എത്രയാണോ സാധിക്കുന്നിടത്തോളം പറയാം. അതിനപ്പുറത്തേക്കുള്ളത് ഇനി ഒരവസരത്തിലാക്കാം. അതിനും അല്ലാഹു തആല നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പായി 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് നാം എല്ലാവരും അറിയുന്ന, എല്ലാവരും വിശ്വസിക്കുന്ന കാര്യമാണ്. ഈ നബിമാരിൽ നമുക്കെല്ലാവർക്കും അറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ കിതാബുകളും വേദങ്ങളും നൽകിയിരിക്കുന്നത് വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമാണ്. അംഗീകരിക്കപ്പെട്ട കിതാബുകൾ നൽകിയിരിക്കുന്ന 4 നബിമാരെയാണ് നമ്മൾ ആദ്യകാലം മുതലേ വിശ്വസിക്കുന്നത്. ദാവൂദ് നബി അലൈഹിസ്സലാമിന് സബൂറും, മൂസാ നബി അലൈഹിസ്സലാമിന് തൗറാത്തും, ഈസാ നബി അലൈഹിസ്സലാമിന് ഇൻജീലും, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവസാനമായി പരിശുദ്ധമായ ഖുർആൻ. ഈ 4 വേദങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ആദം നബി അലൈഹിസ്സലാമിന്, ശീസ് നബി അലൈഹിസ്സലാമിന്, നൂഹ് നബി അലൈഹിസ്സലാമിന്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇങ്ങനത്തെ ചില നബിമാർക്ക് അള്ളാഹുവിന്റെ കുറെ സഹീഫാക്കൾ, ഏടുകളും നൽകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു മുഅ്മിനിന്റെ വിശ്വാസത്തിൽപ്പെട്ടതാണ്. ഒരു മുഅ്മിൻ ആദ്യമേ വിശ്വസിക്കുമ്പോൾ അള്ളാഹുവിനെയും അവന്റെ മലക്കുകളെയും വിശ്വസിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹുവിന്റെ കിതാബുകൾ, അള്ളാഹുവിന്റെ നബിമാർ, ഇവ രണ്ടും വിശ്വസിക്കണം. മുഴുവൻ തീരുമാനങ്ങളും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ് ഖൈറും ശർറും നിശ്ചയം ഉണ്ടാകുന്നതെന്നും ഖിയാമത്ത് നാളുണ്ട്, രണ്ടാമത് പുനർജന്മമുണ്ട്, ആഖിറത്തിന്റെ ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കൽ ഈമാനിന്റെ നിർബന്ധമായ കടമയാണ്, ഫർളാണ്. ഇത് വിശ്വസിക്കാൻ ഒരു മനുഷ്യനും മുഅ്മിന് എന്ന് പറയപ്പെടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല 1.25 ലക്ഷം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതും ഉറപ്പായ വിശ്വാസപരമായ കാര്യമാണ്. അവരിൽ എല്ലാവർക്കും അല്ലാഹു തആല കിതാബ് നൽകിയിട്ടില്ല എന്നുള്ളതും ഉറപ്പായ കാര്യമാണ്. വളരെ കുറഞ്ഞ ആളുകൾക്ക് കിതാബുകൾ, ഏടുകൾ നൽകിയിട്ടുള്ളൂ. ഇതാർക്കും നിഷേധിക്കാൻ പറ്റുകയില്ല. ഇന്നോളം ആരും ഇതിനെ എതിർത്തിട്ടുമില്ല. ഒരു കാര്യം നമ്മൾ ചിന്തിക്കാനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാർക്ക് അള്ളാഹുവിന്റെ കിതാബ് നൽകാതിരുന്നപ്പോൾ, നൽകിയവരിരിക്കട്ടെ, രണ്ടാമത് നമുക്കെടുക്കാം, ആർക്കെങ്കിലും കിതാബ് നൽകാതിരുന്നപ്പോൾ എന്തിനാണ് ഈ പ്രവാചകന്മാരെ അള്ളാഹു ഈ ലോകത്തേക്ക് നിയോഗിച്ചത്? അവരെന്തായിരുന്നു ഇവിടെ ചെയ്ത ഡ്യൂട്ടി? അവരുടെ ഉത്തരവാദിത്വം എങ്ങനെ നിർവഹിച്ചു? ഇത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളെ അള്ളാഹുവിലേക്ക് വിളിക്കാൻ വേണ്ടിയാണ് ഈ നബിമാരെ നിയോഗിച്ചത് എന്നും അവർ അള്ളാഹുവിന്റെ അടിമകളെ അള്ളാഹുവിലേക്ക് വിളിക്കുകയും അള്ളാഹുവിന്റെ യഥാർത്ഥമായ ഹക്കായ മതം പ്രബോധനം ചെയ്തുവെന്നും അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ നമ്മളെ പറഞ്ഞറിയിക്കുന്നു. അപ്പൊ ഇവരെന്താണ് ജനങ്ങളോട് പറഞ്ഞത്? ജനങ്ങളോട് പറഞ്ഞ ഈ കാര്യങ്ങൾ അംഗീകരിക്കാൻ ജനങ്ങൾ ബാധ്യസ്ഥരായിരുന്നു. അവരോട് ഇവർ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ മാർഗദർശനത്തിന് ആവശ്യമായ വിഷയങ്ങളായിരുന്നോ പറഞ്ഞത്? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചാൽ മതി. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുഴുവൻ നബിമാരെയും അതിൽ കുറഞ്ഞ ആളുകൾക്ക് മാത്രം കിതാബ് നൽകിയിട്ട് ബാക്കിയുള്ള ആളുകളെ കിതാബ് നൽകാതെ ഒന്നുകിൽ ഈ കിതാബുകളിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളോട് പറയുക, അതല്ലെങ്കിൽ അവരവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അറിയിച്ചു കൊടുക്കുന്ന മറ്റൊരു വഴിയിൽ കൂടി അറിയിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ അവർ ജനങ്ങളോട് ഉപദേശിക്കുക എന്നുള്ളത്
എല്ലാ കാലത്തും മുഴുവൻ സമുദായങ്ങളിലും നടന്നിരുന്ന കാര്യമാണ് എന്ന് വ്യക്തമാണ്. അല്ലാതെ ഒരു നബിയും വന്ന് ഇവിടെ മിണ്ടാതിരുന്നിട്ടില്ല. വെറുതെ ഒരു നബീനെ, മിണ്ടാത്ത നബിയെ, ആരോടും ഒന്നും പറയാത്ത നബിയെ അയച്ചിട്ട് കാര്യവുമില്ല. അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭാഗത്ത് നിന്ന് കിതാബിന്റെ രൂപത്തിൽ നൽകുന്ന വഹി അല്ലാതെ അല്ലാഹുവിന്റെ നബിമാർക്ക് മുഴുവനും അതല്ലാത്ത ഒരു വഹി നൽകിയിരുന്നു. അത് ജനങ്ങളോട് അവർ സ്വന്തം ഭാഷയിൽ പറഞ്ഞിരുന്നു. ഈ പറഞ്ഞിരുന്ന കാര്യം അംഗീകരിക്കലും അനുസരിക്കലും അതാത് കാലങ്ങളിലുള്ള ജനങ്ങൾക്ക് നിർബന്ധമായിരുന്നു. അനുസരിക്കൽ നിർബന്ധമായ കാര്യമാണ് ഇത്. ഇങ്ങനെ ഓരോ നബിമാരും അവരവരുടെ കാലത്ത് പറഞ്ഞ കാര്യങ്ങളാണ് ഹദീസ് എന്ന് അവരെ സംബന്ധിച്ച് പറയപ്പെടുന്നത്. ഇതേ നിലയിൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള, നമുക്ക് തന്നിട്ടുള്ള വിശദീകരണം, നിർദ്ദേശങ്ങളാണ് യഥാർത്ഥത്തിൽ ഹദീസ് എന്ന് പറയുന്നത്. ഒരു പ്രവാചകൻ, ആ പ്രവാചകനൊക്കെ ജനങ്ങളെ നേർവഴിയിലേക്ക് ആക്കണമെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകേണ്ടി വരും, ഉപദേശങ്ങൾ കൊടുക്കേണ്ടി വരും, കാര്യങ്ങൾ പറയേണ്ടി വരും, കൽപ്പനകൾ പുറപ്പെടുവിക്കേണ്ടി വരും, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഇന്നതാണെന്ന് ജനങ്ങളോട് ബോധ്യപ്പെടുത്തേണ്ടി വരും. അതനുസരിക്കൽ അതാത് കാലങ്ങളിലുള്ള ജനങ്ങൾക്ക് നിർബന്ധമാണ്. ഇതനുസരിക്കാത്ത ആളുകളെ അല്ലാഹു തആല അവന്റെ നടപടി മുഖേന ശിക്ഷയായി ഈ ലോകത്ത് നശിപ്പിച്ചു കളഞ്ഞ സംഭവങ്ങൾ, ചരിത്രങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുണ്ട്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനങ്ങളെ നശിപ്പിച്ച സംഭവം അല്ലാഹു ഖുർആനിൽ നമുക്ക് പറഞ്ഞു തരുന്നു. ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ ജനങ്ങളെ നശിപ്പിച്ച സംഭവം അല്ലാഹു പറഞ്ഞു തരുന്നു. സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ജനങ്ങളെ നശിപ്പിച്ച സംഭവം അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നു. ഇങ്ങനെ പല നബിമാരുടെയും ഈ നബി ആർക്കാണ് അല്ലാഹു തആല കിതാബ് നൽകിയത്? ആർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും വേദങ്ങൾ കൊടുത്തത്? ശുഐബ് നബി അലൈഹിസ്സലാമിന് കൊടുത്ത വേദത്തെക്കുറിച്ച്, ലൂത്ത് നബി അലൈഹിസ്സലാമിന് നൽകപ്പെട്ട വേദത്തെക്കുറിച്ച്, സാലിഹ് നബി അലൈഹിസ്സലാമിന് നൽകപ്പെട്ട വേദത്തെക്കുറിച്ച് എവിടെയും പരാമർശിക്കുന്നില്ല. അങ്ങനെ ഒരു വേദങ്ങൾ കൊടുത്തതായിട്ട് നമ്മൾ വിശ്വസിക്കുന്നുമില്ല. പക്ഷെ അവരുടെ കൽപ്പനകൾ അനുസരിക്കാത്തവരെ അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു. അതിൽ നിന്ന് ബോധ്യപ്പെട്ടു, നബിമാരുടെ വചനങ്ങൾ, വാക്കുകൾ, കൽപ്പനകൾ അനുസരിക്കൽ അതാത് സമുദായങ്ങൾക്ക് നിർബന്ധമാണ്. അല്ലാഹു തആല 1.25 ലക്ഷം നബിമാരെ അയച്ചപ്പോഴും ഇതായിരുന്നു അല്ലാഹുവിന്റെ വ്യവസ്ഥ. പക്ഷേ അവസാനമായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോൾ മാത്രം അല്ലാഹുവിന്റെ വ്യവസ്ഥയ്ക്ക് മാറ്റം വരുമോ? അല്ലാഹു തആല മാറ്റിയോ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊന്നും പറയണ്ട, പറഞ്ഞാൽ നമ്മളോട് പറഞ്ഞോ നിങ്ങൾ അനുസരിക്കുകയും വേണ്ട എന്ന് അവിടെ മാത്രം അല്ലാഹു തആല മാറ്റിക്കളഞ്ഞു. ഖുർആൻ മാത്രം. മനുഷ്യന്റെ ബുദ്ധിക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ. ഇതിന് ഒരുപാട് ആയത്തുകളുടെയോ ഹദീസുകളുടെയോ ഒന്നും തെളിവ് വേണ്ട. രണ്ടാമത്, ഹദീസ് നിഷേധിക്കുന്ന ആളുകളോട് പിന്നെ ഹദീസ് എങ്ങനെ തെളിവായിട്ട് പറയും? ഹദീസുകൾ തെളിവായിട്ട് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുകയില്ല. കാരണം അവർ ആദ്യമേ തന്നെ അത് നിഷേധിക്കുന്നവരാണ്. അപ്പൊ അവരോട് ഖുർആൻ തന്നെ പറയേണ്ടി വരും. ഖുർആനിൽ അല്ലാഹു തആല ഇതാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അത് എല്ലാവരും ബുദ്ധിപൂർവ്വം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഓരോരുത്തർക്കും അവരുടെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചാൽ വളരെ ലളിതമായ നിലയിൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അല്ലാതെ ഹദീസ് ഇല്ല, അത് വേണ്ട, അത് അംഗീകരിക്കാൻ പറ്റുകയില്ല എന്ന് പറയുന്ന കാര്യത്തിന് നമ്മളാരും പേടിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല. സാമാന്യ ബുദ്ധി മതി. സാധാരണ ഉള്ള ചെറിയ ബുദ്ധിക്കാർക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണിത്. ഈ ഹദീസ് നിഷേധം ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തീരുമാനങ്ങൾ അംഗീകരിക്കാത്ത ആളുകളുണ്ടായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിട്ടിയ മുതൽ അഥവാ ബൈത്തുൽ മാലിലേക്ക്, പൊതുമുതലിലേക്ക് വന്ന മുതൽ വീതിച്ചു കൊടുത്തു സഹാബാക്കൾക്ക്. തങ്ങൾ ഈ വീതിച്ചു കൊടുത്തത് കണ്ടിട്ട് ചില ആളുകൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു. ഒരാൾ എഴുന്നേറ്റ് നിന്ന് വളരെ ഗൗരവത്തിൽ, ശക്തമായ നിലയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എതിർത്തു. എന്നിട്ട് പറഞ്ഞു, ഇതിൽ നീതിയില്ല, അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ച് ചെയ്ത വീതം വെക്കലല്ല ഇത് തെറ്റാണ്, ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂലിനോട് റസൂൽ ചെയ്ത കാര്യത്തെക്കുറിച്ച് വിമർശിക്കുന്നു. അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടുന്ന മുതൽ അത് ഫൈഇന്റെ ആണെങ്കിലും ശരി, ഗനീമത്തിന്റെ ആണെങ്കിലും ശരി, അത് അല്ലാഹുവും അവന്റെ റസൂലിനും ഉള്ളതാണ്. അവര് തീരുമാനിച്ചോളും. വഅലമു അന്നമാ ഗനിംതും മിൻ ഷൈഇൻ ഫഅന്ന ലില്ലാഹി ഖുംസഹു വലിർറസൂലി വലിദിൽ ഖുർബാ വൽ യതാമാ വൽ മസാകിൻ. എന്താണ് യുദ്ധത്തിൽ കിട്ടുന്ന മുതലുകളും മറ്റും ചെയ്യേണ്ടത് എന്ന് സഹാബാക്കൾക്കിടയിൽ അവർ തർക്കം വന്നു. ഞങ്ങൾക്ക് വേണം യുദ്ധത്തിൽ പങ്കെടുത്തവർക്ക്. വേറുള്ളവർ പറഞ്ഞു, ഞങ്ങൾ പങ്കെടുത്തില്ലെങ്കിലും ഞങ്ങളും ഇതിന്റെ സഹായികളാ, ഞങ്ങൾക്ക് വേണം. ചിലർ പറഞ്ഞു, ഞങ്ങൾ വയസ്സന്മാരാ, ഞങ്ങൾക്ക് ആവശ്യം കൂടുതൽ, അതുകൊണ്ട് ആദ്യം ഞങ്ങൾക്ക് തരണം. ചെറുപ്പക്കാർ പറഞ്ഞു, ഞങ്ങളാ യുദ്ധത്തിൽ ഇടപെട്ടത്, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണം. അല്ലാഹ് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഈ കാര്യത്തിൽ തർക്കിക്കുന്നത്?
അത് വിട്ടേക്ക്, അത് അല്ലാഹുവും റസൂലും തീരുമാനിച്ചോളും. യസ്അലൂനക അനിൽ അൻഫാൽ ഖുലിൽ അൻഫാലു ലില്ലാഹി വറസൂൽ. അല്ലാഹു പറഞ്ഞു അൻഫാൽ, ഈ മുതലുകളെ കുറിച്ച് ചോദിക്കും. തങ്ങൾ പറഞ്ഞേക്കാൻ അല്ലാഹുവും റസൂലും തീരുമാനിക്കുന്ന കാര്യമാണ്. പിന്നെ നിങ്ങൾ എന്തിനാ അതിനകത്ത് തർക്കിക്കുന്നത്? നിങ്ങൾ വഴക്കുണ്ടാക്കേണ്ട അതിനു വേണ്ടി. ഫത്തഖുല്ലാഹ വഅസ്ലിഹു ദാത ബൈനിക്കും. നിങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങളെ തകർക്കാൻ നോക്കരുത്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ തർക്കം വെച്ച് പരസ്പരം പിണങ്ങരുത്. നിങ്ങൾ ആ വിഷയത്തിൽ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പന. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തീരുമാനിക്കാൻ അള്ളാഹു അവകാശം കൊടുത്തിരിക്കുന്നു. പരസ്യമായി ഖുർആനിൽ പറഞ്ഞു. ഇതിനെക്കുറിച്ച് വിമർശിക്കുന്നു നബിതങ്ങളുടെ മുന്നിൽ. സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, ഇവൻ ശ്രദ്ധിച്ചോളണം, സൂക്ഷിച്ചോളണം. ഇവന്റെ പരമ്പരയിൽ നിന്നും ഒരു വിഭാഗം ആളുകൾ ഉടലെടുക്കും. ഇവന്റെ പരമ്പരയിൽ നിന്നും ഒരു വിഭാഗം ആളുകൾ വരും. ഇന്നമിൻ ലി ഹാദാ, ഇവന്റെ പരമ്പരയിൽ നിന്ന് വരും ചില ആളുകൾ. നിങ്ങൾ അവരുടെ നമസ്കാരം കണ്ടാൽ നിങ്ങളുടെ നമസ്കാരം എത്ര ചെറുതാണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. അവരുടെ നോമ്പും സകാത്തും അവരുടെ സദഖയും കണ്ടാൽ നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. അങ്ങനത്തെ വലിയ ഇബാദത്തുകാർ, വലിയ നമസ്കാരക്കാരായ ചില ആളുകൾ വരും. പക്ഷേ അവർക്ക് ചെയ്യുന്ന കാര്യങ്ങളുടെ തെളിവായിട്ട് അവർ ഖുർആൻ ഓതും. യഖറഊനൽ ഖുർആൻ ലാ യുജാവിസു ഹനാജിറഹും ലാ യുജാവിസു തറാഖിഹിം. ഖുർആൻ ഓതും, പക്ഷെ ഖുർആൻ തൊണ്ടയുടെ മുകളിലേ നിൽക്കുകയുള്ളൂ, തൊണ്ടയ്ക്ക് താഴോട്ട് ഇറങ്ങുകയില്ല. യംറുഖൂന മിനദ്ദീനി മുറൂഖ സഹ്മി മിനർ റമിയ്യ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചു പറഞ്ഞു, നല്ല ശക്തമായ നിലയിൽ തുളച്ച് കയറുന്ന അമ്പ് ദൂരെ നിന്നും ഏതെങ്കിലും വേട്ടമൃഗത്തെ പിടിക്കാൻ വേണ്ടി അമ്പെയ്താൽ അമ്പ് വേട്ടമൃഗത്തിന്റെ ഉള്ളിൽ കൂടി തുളച്ച് കടന്നുപോകും. പക്ഷെ നിങ്ങൾ അതിനെ പോയി അമ്പെടുത്തു നോക്കിയാൽ അതിൽ രക്തമുണ്ടാവുകയില്ല, മാംസമുണ്ടാവുകയില്ല, ചാണകമുണ്ടാവുകയില്ല, അഴുക്കുണ്ടാവുകയില്ല. ഇതിന്റെ ഉള്ളിലെ ഒന്നും അതിൽ പുരണ്ടിട്ടുണ്ടാവുകയില്ല. അത്ര വേഗതയിൽ പാഞ്ഞു കടന്നുപോകും. ഇതേപോലെ ഖുർആനിൽ നിന്ന് അവർക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകാതെ, ദീനിൽ നിന്ന് ദീനിന്റെ ഒരു അടയാളം പോലും ശേഷിപ്പിക്കാതെ അവർ തെറിച്ചു പോകും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തങ്ങൾ മുന്നറിയിപ്പ് നൽകി ഇങ്ങനത്തെ ആൾക്കാർ വരുമെന്ന്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു കൂട്ടർ വരുമെന്ന്. അവർ വന്നു പറയും, ദജ്ജാൽ വരൂല, ഈസാ അലൈഹിസ്സലാം വരൂല, ഖബറിൽ ശിക്ഷ ഉണ്ടാവുകയില്ല, സിറാത്ത് പാലമെന്ന് പറയുന്നത് വെറുതെയാണ്, ജിന്ന് മലക്കെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നതാണ്. ഇതിനെയൊക്കെ നിഷേധിക്കുന്ന ഒരു വിഭാഗം ആളുകൾ വരുമെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. കാരണം ഇതൊന്നും ഖുർആനിൽ വ്യക്തമായ നിലയിൽ ഈ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ പ്രതിപാദിക്കപ്പെട്ടതല്ല. ഹദീസുകളിലാണ് ഇതിന്റെ വിശദീകരണം വന്നിരിക്കുന്നത്. ദജ്ജാലിനെ കുറിച്ച് ഹദീസിലാണ് വിശദീകരണം വന്നിരിക്കുന്നത്. ഖിയാമത്ത് നാളിന്റെ പല അടയാളങ്ങളെ കുറിച്ചും ഹദീസിലാണ് വിശദീകരണം വന്നിരിക്കുന്നത്. അതൊന്നും അവർ സമ്മതിക്കുകയില്ല. അതുകൊണ്ട് നിഷേധിക്കുന്ന ആളുകൾ വരുമെന്ന്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം, അക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ, സൂചിപ്പിച്ച, തങ്ങൾ മുന്നറിയിപ്പ് നൽകിയ, തങ്ങൾ നേരത്തെ തന്നെ പ്രവചനം നടത്തിയ ആ മനുഷ്യന്റെ ആളുകൾ ഉണ്ടായി, ഖവാരിജിയാക്കൾ. അലി റളിയല്ലാഹു അൻഹുവിന്റെ എതിരിൽ തിരിഞ്ഞു. അവർ ദീനിനെതിരിൽ തിരിഞ്ഞു. അലി റളിയല്ലാഹു അൻഹു ഇവർക്ക് പലപ്പോഴും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അവർ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അവസാനം അവരെ ഒരു സ്ഥലത്ത് കൂടാൻ പറഞ്ഞു. ഇബ്നു കസീർ, അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ബിദായ വൻ നിഹായയിൽ രേഖപ്പെടുത്തുന്ന സംഭവം, അദ്ദേഹം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ പറഞ്ഞു. ഞാൻ അവിടെ വരാം, വന്ന് നിങ്ങളോട് സംസാരിക്കാം, കാര്യങ്ങൾ പറയാം. ഭയങ്കരമായ കുഴപ്പങ്ങൾ അവരുണ്ടാക്കി. അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അവരോട് കാര്യങ്ങൾ പറയാൻ വേണ്ടി, സംസാരിക്കാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹു അവിടെ പോയി അലി റളിയല്ലാഹു അൻഹു സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു, വേണ്ട, പറ്റൂല, നിർത്ത്. ഹസ്ബുന കിതാബുല്ലാഹ്, ഹസ്ബുന കിതാബുല്ലാഹ്, നിങ്ങളൊന്നും പറയണ്ട. അവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഹദീസിലുണ്ട്, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ഇതൊന്നും ഇവിടെ പറയണ്ട. ഞങ്ങൾക്ക് ഖുർആൻ മാത്രം മതി തെളിവായിട്ട്. ഖുർആൻ പറയണം, ഖുർആൻ മാത്രം പറയണമെന്ന് പറഞ്ഞു. ഹസ്ബുന കിതാബുല്ലാഹ്. അലി റളിയല്ലാഹു അൻഹു അപാര ബുദ്ധിമാനാണ്. അദ്ദേഹത്തിന് ഇത് കേട്ടപ്പോൾ ദേഷ്യവും വന്നു. അദ്ദേഹം ഖുർആൻ കൊണ്ടുവരാൻ പറഞ്ഞു. ഖുർആൻ എടുത്തുകൊണ്ടുവരാൻ ഒരാളോട് പറഞ്ഞു. ഖുർആൻ കൊണ്ടുവന്ന് വെച്ചിട്ട് പറഞ്ഞു ഖുർആനോട്, കല്ലിമിന്നാസ്, ഖുർആനിൽ തട്ടിയിട്ട് പറഞ്ഞു, പറ ജനങ്ങളോട്, ഈ ആൾക്കാരോട് പറ, ഒരു കേൾക്കട്ടെ, പറ.
അപ്പോ ഇരുന്നവർക്ക് തലയ്ക്ക് വെളിവ് വീണപ്പോ അപ്പോഴാണ് ഇവർക്ക് തലയ്ക്ക് വെളിവ് വീണത്. ഖുർആൻ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞ് വിശദീകരിച്ച് കൊടുത്താലേ മനസ്സിലാവുള്ളൂ ഖുർആനിലുള്ളത്. ആരെങ്കിലും ഓതി കേൾപ്പിക്കണം, അല്ലാതെ ഖുർആൻ തന്നെ മനുഷ്യനോട് സംസാരിക്കുകയില്ല എന്ന് അവർക്ക് വെളിവ് വീണു. അവർ പറഞ്ഞു, ഇല്ല, നിങ്ങൾ പറഞ്ഞാൽ മതി, നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിച്ചോളാവുന്നായി. എന്താ കാരണം? അവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, അഹ്ലുൽ ഖുർആൻ, ഞങ്ങൾ ഖുർആനിന്റെ ആൾക്കാരാണ്, ഖുർആൻ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ. അലി റളിയല്ലാഹു അൻഹുവിനോടും ഇത് തന്നെ അവർ പറഞ്ഞു, ഖുർആൻ പറ, ഹസ്ബുനാ കിതാബുല്ലാഹ്, ഖുർആൻ പറയുമോ അങ്ങോട്ട്? അങ്ങനെ ഖുർആൻ പറയുമായിരുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ കഅബയുടെ മുകളിൽ എഴുതി കെട്ടിക്കൊടുത്താൽ പോരായിരുന്നോ? പിന്നെ നബി അയക്കേണ്ട ആവശ്യമെന്താ? മക്ക മുശ്രിക്കീങ്ങൾ പറഞ്ഞു, മുഅ്മിനീങ്ങളല്ല, മക്കയിലെ മുശ്രിക്കീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, തങ്ങൾ നബിയാണെന്ന് അംഗീകരിക്കണമെങ്കിൽ തങ്ങൾ ആകാശത്തിൽ കയറിപ്പോയി ഒരു കിതാബ് ഇറക്കി കൊണ്ടുവരണം, ഞങ്ങളത് തൊട്ടും ഞങ്ങൾക്ക് ഉറപ്പാകണം കിതാബാണെന്ന്. വലൻ ആകാശത്തിലേക്ക് ഞങ്ങൾക്ക് ഓതി നോക്കാൻ പറ്റുന്ന കിതാബ് ഖുർആൻ കൊണ്ടുവന്ന് തരണം, മുകളിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തരണം, എന്നാലേ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, തങ്ങൾ എന്തിനാ ഇവർ പറയുന്നത് കേട്ടൊക്കെ ബേജാറാകാൻ പോകുന്നത്? തങ്ങൾ അവരോട് പറ, ഞാൻ മനുഷ്യനാണ്, മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പറ. മനുഷ്യൻ ആകാശത്തിലേക്കൊന്നും കയറി പോവുക എന്ന് പറഞ്ഞത് അങ്ങനെ സാധിക്കുന്ന കാര്യമൊന്നുമല്ല. എന്താ ഏടി വെച്ച് കയറാൻ പറ്റുമോ? ആകാശം വരെ മുട്ടുന്ന ഏണി ആർക്കെങ്കിലും ഉണ്ടാക്കാൻ പറ്റൂ? ഖുൽ സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറർ റസൂല, ഞാൻ നിങ്ങളുടെ കൂടെ ജീവിച്ച മനുഷ്യനല്ലേ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ഞാൻ ആകാശത്തിലേക്ക് പോകില്ല എന്ന്? പിന്നെ എന്നോട് നിങ്ങൾ ആകാശത്തിൽ പോയി പുസ്തകം ഇറക്കി കൊണ്ടുവരാൻ പറഞ്ഞ? അത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അള്ളാഹു നടത്തുന്ന കാര്യമാണ്. എന്നെ ആകാശത്തിലേക്ക് ഉയർത്തണമെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പന വരണം, അള്ളാഹു തആല തീരുമാനിക്കണം. എനിക്ക് തോന്നുമ്പോൾ കയറിപ്പോകാൻ പറ്റുകയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇവരുടെ ഈ നിഷേധമെല്ലാം കേട്ടപ്പോൾ ഇവരെങ്ങാനും വിശ്വസിച്ചാൽ നല്ലതാണല്ലോ എന്ന് തോന്നി. നബിതങ്ങളല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലോകം മുഴുവൻ നന്നായി സ്വർഗത്തിൽ പോകണമെന്നുള്ള ആഗ്രഹം, അതിയായ ആഗ്രഹം. അള്ളാഹു തങ്ങളെ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് അള്ളാഹു തആല സമാധാനപ്പെടുത്തുന്നുണ്ട്, ചിലപ്പോൾ കുറ്റപ്പെടുത്തുന്നത് പോലെ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? ലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസി അസഫാ ലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനു മുഅ്മിനീൻ ഫലാ തദ്ഹബ് നഫ്സുക അലൈഹിം ഹസറാത്ത്. പല സ്ഥലങ്ങളിലും അള്ളാഹു തങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. എന്തിനാ തങ്ങൾ വിഷമിക്കുന്നു? അവന്മാർ വന്നില്ലെങ്കിൽ പോട്ടെ, ഇത്ര കഷ്ടപ്പെടാനുണ്ടോ? എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗ്രഹം ഇവർ നന്നാകുമല്ലോ. ഇനി അങ്ങനെ ഞാൻ കിതാബ് കൊണ്ടുവന്ന് കൊടുത്താലെങ്കിലും നന്നാകുമെങ്കിൽ ഉമ്മാർ നന്നായി സ്വർഗത്തിൽ പോട്ടെ എന്നുള്ള അത്യാഗ്രഹം. അതുകൊണ്ട് നബി തങ്ങളുടെ മനസ്സിൽ തോന്നി, ഇങ്ങനെ അള്ളാഹ് എനിക്ക് ഒരു കഴിവ്, അള്ളാഹു തആല എനിക്ക് ഇങ്ങനത്തെ ഒരു മുഅ്ജിസത്ത് തന്നിരുന്നുവെങ്കിൽ ഇവർ വിശ്വസിക്കുമായിരുന്നല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, തങ്ങൾക്ക് നിർബന്ധമാണോ അവർക്ക് ഇങ്ങനെ കൊടുക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ തങ്ങളൊരു കാര്യം ചെയ്യും, ഒരേണി കൊണ്ടുവന്ന് ആകാശത്തിലേക്ക് കയറാൻ പറഞ്ഞു. فإن استطعت أن تبتغي نفقا في الأرض أو سلما في السماء فتأتيهم بآية. തങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഭൂമിയിൽ ഒരു ദ്വാരം ഉണ്ടാക്കി താഴോട്ട് പോകും, പാതാളത്തിൽ പോയി എടുത്തോണ്ടൊന്ന് കൊടുക്ക്, ഇല്ലെങ്കിൽ ഒരു ഏണി വെച്ച് ആകാശത്തിലേക്ക് കയറിയിട്ട് തങ്ങൾ എടുത്തോണ്ടൊന്ന് കൊടുക്ക്. ഫതഅതിയഹും ബിആയ, കാണട്ടെ. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞതാണ്. അപ്പൊ മക്ക മുശ്രിക്കീങ്ങൾ ചോദിച്ചതാണ്, ഖുർആൻ മാത്രം മതി, ഖുർആൻ വിവരിച്ചു കൊടുക്കാൻ ആള് വേണം. അതാണ് അലി റളിയല്ലാഹു അൻഹു ഇവരോട് ഖവാരിജുകളോട് പറഞ്ഞത്, ഖുർആൻ പറയട്ടെ നിങ്ങളോട്, നിങ്ങൾക്ക് ഖുർആൻ മതി എന്നല്ലേ പറഞ്ഞ്, ഖുർആൻ തന്നെ സംസാരിക്കട്ടെ. അവർ തൗബ ചെയ്തു. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഈ പരിപാടി കണ്ടപ്പോ തന്നെ പെട്ടെന്ന് തൗബ ചെയ്തു. അവർ പറഞ്ഞില്ല, നിങ്ങൾ പറഞ്ഞാൽ മതി, ഞങ്ങൾ സമ്മതിച്ചോളാം. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. പക്ഷേ ഈ തെറ്റിൽ നിൽക്കുന്ന ആളുകൾക്കൊരു സ്വഭാവമുണ്ട്, എവിടെ ഉത്തരം മുട്ടിയാലും വീണ്ടും അപ്പുറത്ത് പോയി അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ കാണുന്നതാണല്ലോ നമ്മുടെ നാട്ടിൽ ധാരാളം ആളുകളെ ഇങ്ങനെ എവിടെല്ലാം പറഞ്ഞ് ആരെല്ലാം പറഞ്ഞ് ഉത്തരം മുട്ടിയാലും അപ്പുറത്ത് പോയിട്ട് പിന്നെയും പഴയത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ന് നമുക്കിടയിൽ സാധാരണ നിലയിൽ ചർച്ച ചെയ്യപ്പെടുന്ന പല വിഷയങ്ങളുണ്ട്. ഞാനതൊന്നും പറഞ്ഞുകൊണ്ടിരുന്ന സമയം കൂടുതലായി പോകും, എനിക്ക് വിഷയത്തിലേക്ക് വരാനും ഒക്കെയില്ല ഇടയ്ക്ക്. അതുകൊണ്ട് പക്ഷെ പറയാതിരിക്കാനും നിവൃത്തിയില്ല. ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ട്. ഓരോ വർഷവും സമയമാകുമ്പോൾ വീണ്ടും അത് തന്നെയാണ് വരുന്നത്. ഒരു വർഷം ചർച്ച ചെയ്ത് അതിന്റെ തെളിവുകളും രേഖകളും പറഞ്ഞ് വാദപ്രതിവാദങ്ങൾ നടന്ന് പുസ്തകങ്ങൾ എഴുതി ലഘുലേഖകൾ എഴുതി അത് തെറ്റാണ് ശരിയല്ല എന്ന് സമർത്ഥിച്ച് ഇതിന്റെ എതിരാളികൾ മറുപടി പറയാൻ പോലും പറ്റാതെ പിരിഞ്ഞു പോയിട്ട് അടുത്ത സമയമാകും വീണ്ടും അത് തന്നെ പറഞ്ഞിട്ടുണ്ട്.
അതാണ് നമ്മുടെ സ്വഭാവം. അതുകൊണ്ട് തെറ്റ് പറയുന്ന ആളുകൾക്ക് എപ്പോഴും ഇങ്ങനെ വീണ്ടും എന്തെങ്കിലും പറഞ്ഞ് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിന്റെ പുറകെ വീണ്ടും നമ്മൾ നടക്കണം. അതുകൊണ്ട് ഖവാരിജിയാക്കൾ വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു കാലത്തെല്ലാം അഹ്ലുൽ ഖുർആൻ, അവരെ കുറിച്ച് അവർ പറയുന്നത് അഹ്ലുൽ ഖുർആൻ, ഖുർആനിന്റെ ആൾക്കാർ. നല്ല പേരല്ലേ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ അംഗീകരിക്കുന്ന ആളുകൾ അഹ്ലുൽ ഖുർആൻ. എന്താ അഹ്ലുൽ ഖുർആൻ എന്ന് പറഞ്ഞ അർത്ഥം? ഹദീസ് നിഷേധികൾ എന്നാണ് നേരെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഖുർആൻ മാത്രമേ സമ്മതിക്കൂ, ഹദീസ് ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്ന ഹദീസ് നിഷേധത്തെ വെളിവാക്കാതിരിക്കാൻ വേണ്ടി അവർ മറച്ചു പറയുന്ന പേരാണ് അഹ്ലുൽ ഖുർആൻ. നമുക്കിടയിൽ അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ. ഞങ്ങൾ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്നവരാണെന്ന് പറയും. എന്താ അതിനർത്ഥം? ഖുർആനും സുന്നത്തും മാത്രം വെച്ച് ഞങ്ങളുടെ ഇഷ്ടം പോലെ വ്യാഖ്യാനിച്ച് ചെയ്യുന്നവരാണ്. മുൻഗാമികളായ മഹാന്മാർ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞങ്ങൾ അംഗീകരിക്കൂല. പക്ഷെ അത് പറയൂല. അവർ പറയുന്നത് ഞങ്ങൾ ഖുർആനിന്റെ ആൾക്കാരാണ്, സുന്നത്തിന്റെ ആൾക്കാരാണെന്ന് പറയും. എന്തെങ്കിലും ആകട്ടെ എന്ന് പറഞ്ഞതുമാതിരി ഇവരും അഹ്ലുൽ ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അവരെ കുറിച്ച്, ഹദീസ് നിഷേധികളെന്ന്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരികയാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുർആൻ വിവരിക്കാനുള്ള അവകാശവും അനുവാദവും കൽപ്പനയും കൊടുത്തിട്ടുണ്ട്. ഖുർആൻ വെറുതെ അങ്ങ് ഇറക്കി കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുർആൻ ഓതി കേൾപ്പിക്കാനല്ല പറഞ്ഞത്. ഹദീസ് പറഞ്ഞ ആരും സമ്മതിക്കില്ലല്ലോ. കാരണം ഹദീസ് നിഷേധം എന്നല്ലേ നമ്മുടെ വിഷയം തന്നെ. അതുകൊണ്ട് ഹദീസ് തെളിവ് പറയാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഞാൻ കുഴഞ്ഞിരിക്കുക. എന്നാലും വേണ്ടില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ധാരാളം പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച്, തങ്ങളുടെ ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് ഖുർആനിൽ പറയുന്നുണ്ട്. എന്തായാലും ഹദീസ് നിഷേധിക്കുന്ന ആളുകൾ ഖുർആൻ സമ്മതിക്കുമല്ലോ, ഖുർആൻ സമ്മതിക്കാതിരിക്കില്ലല്ലോ. ഹദീസ് നിഷേധിക്കുന്ന ആളുകൾക്ക് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കും, അടിസ്ഥാനപരമായ നിലയിൽ 3 വാദങ്ങളാണ് അവർക്കുള്ളത്. ഹദീസ് നിഷേധിക്കുന്ന ആളുകൾക്ക് അടിസ്ഥാനപരമായ നിലയിൽ 3 വാദങ്ങളാണ്. ബാക്കി അതിന്റെ ശാഖകളും ഉപശാഖകളുമായിട്ട് ധാരാളം വാദങ്ങൾ അവർ മനുഷ്യനെ കുഴയ്ക്കാൻ അടിസ്ഥാനപരമായി 3 വാദങ്ങളാണ്. ഇത് 3 നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ ഒരിക്കലും നമുക്ക് കുഴപ്പം വരികയില്ല. ഒന്ന്, ഖുർആൻ മാത്രം മതി, ഖുർആനിന്റെ വിശദീകരണത്തിന് ഹദീസിന്റെ ആവശ്യമില്ല, ഖുർആൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, ഖുർആൻ മാത്രം മതി, അതിൽ നിന്ന് മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഹദീസ് തെളിവായിട്ടോ മറ്റോ അംഗീകരിക്കാനും പറ്റുകയില്ല, അതിന്റെ ആവശ്യവുമില്ല. രണ്ടാമത്തെ വാദം, ഹദീസുകൾ ആവശ്യമായിരുന്നു ഖുർആനിന്റെ വിശദീകരണത്തിന്, പക്ഷെ അത് സഹാബാക്കളുടെ കാലത്തായിരുന്നു. അതുകൊണ്ട് സഹാബാക്കൾക്ക് മാത്രം അത് തെളിവായിരുന്നു. സഹാബാക്കളുടെ കാലശേഷം പിന്നെ അത് ആവശ്യവുമില്ല, അതാർക്കും അത് തെളിവായി അംഗീകരിക്കാൻ ബാധ്യതയുമില്ല. സഹാബാക്കളുടെ കാലം കൊണ്ട് ഹദീസിന്റെ പ്രസക്തി തീർന്നുപോയി. മൂന്നാമത്തെ വാദം, ഹദീസ് വേണം, ആവശ്യമാണ്, അത് തെളിവാണ്, എല്ലാവർക്കും തെളിവാണ്, സഹാബാക്കൾക്ക് മാത്രമല്ല പിൽക്കാലത്ത് വന്നവർക്കും തെളിവാണ്. പക്ഷേ ഈ ഹദീസ് സ്വീകാര്യയോഗ്യമായ നിലയിൽ നമ്മളിലേക്ക് വന്നെത്തിയിട്ടില്ല, നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ അതിനെക്കുറിച്ച് അവർ പറയുമ്പോൾ ഒരുപാട് പറയും. ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് എഴുതിയിട്ടില്ലായിരുന്നു. പിൻകാലത്ത് ഹിജറ 300-ന് ശേഷം അല്ലെങ്കിൽ ഹിജറ 300-ൽ ആരോ ഒക്കെ വന്ന് എന്റെ വാപ്പ പറഞ്ഞു, ബാപ്പാരുടെ അടുത്ത് ഉപ്പാപ്പ പറഞ്ഞു, ഉപ്പാപ്പാരുടെ അടുത്ത് കൊച്ചാപ്പ പറഞ്ഞു, കൊച്ചാപ്പാരുടെ അടുത്ത് അയാളുടെ മാമ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നും പറഞ്ഞ് ചുമ്മാ എഴുതി വെച്ചേക്കുന്നതാണ്. അങ്ങനെ എഴുതി വെച്ച കാര്യങ്ങൾ മനുഷ്യൻ അംഗീകരിക്കാൻ വേണ്ടി കുറെ നല്ലതും കുറെ കൊള്ളാത്തതും ഒക്കെ എഴുതി കൂട്ടി വെച്ചിട്ടുണ്ട്. അതാണ് ഹദീസിന്റെ ശേഖരം. അത് ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ്ക്ക് 6 ലക്ഷം ഹദീസുകൾ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ബുഖാരിയിൽ അതിൽ വെറും 4000 ഹദീസുകളാണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ ആകെ 10-20,000 ഹദീസുകൾ മാത്രമേ എഴുതപ്പെട്ടിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം അവർ മറച്ചു വെച്ചിരിക്കുകയാണ്. എന്തൊക്കെയോ പറയും. പക്ഷെ അടിസ്ഥാനം എന്താ? ഹദീസ് നമുക്ക് സ്വീകാര്യയോഗ്യമായ മാർഗത്തിൽ കൂടി കിട്ടിയിട്ടില്ല. ഈ 3 അവരുടെ വാദങ്ങൾ. അടിസ്ഥാനപരമായി ഈ 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് 3 ശരിയല്ല എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയാൽ ഈ പ്രശ്നമേ തീർന്നു. അതുകൊണ്ട് ഞാൻ വിശദീകരണത്തിലേക്ക് പോകാതെ സമയക്കുറവിന്റെ പേരിൽ വളരെ ചുരുക്കി പറയുകയാണ് ഈ 3 കാര്യങ്ങൾ, വളരെ ചുരുക്കി. ഒന്നാമത്തെ കാര്യം, ഹദീസ് ഖുർആൻ മനസ്സിലാക്കാൻ ആവശ്യമില്ല, അതൊരു തെളിവായിട്ട് അംഗീകരിക്കേണ്ട കാര്യവുമില്ല. കാരണം ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു,
ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ. ഖുർആൻ വളരെ വ്യക്തമായ അറബി ഭാഷയിലാണ് ഇറക്കിയിരിക്കുന്നത്. അറബികൾക്ക് അറബി ഭാഷ അറിയാമെങ്കിൽ ഖുർആൻ മനസ്സിലാവും. അള്ളാഹു പറഞ്ഞതാണ്. ഖുർആനിന്റെ ആയത്തുകളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആയാത്തുകൾ ആയാത്തിൻ ബയ്യിന, വ്യക്തമായ ആയത്തുകളാണ്, തെളിഞ്ഞതാണ്, ആർക്കും ഇതിൽ ഒരു മറയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. വലഖദ് യസ്സർനൽ ഖുർആൻ, ഖുർആനിനെ നാം വളരെ എളുപ്പമാക്കിയിരിക്കുന്നു. വളരെ ലളിതമായ, എളുപ്പമായ, വ്യക്തമായ, തെളിഞ്ഞ കാര്യങ്ങൾ വളരെ വിശദമായ നിലയിൽ വ്യക്തമായി കിട്ടുന്ന ഈ ഖുർആൻ പിന്നെ വിശദീകരിക്കാൻ എന്തിനാ ഒരു ഹദീസിന്റെ ആവശ്യം? ചോദ്യം പ്രസക്തമാണ്, ചോദിക്കാവുന്നതാണ്. പക്ഷെ ഇങ്ങനെ ചോദിക്കാൻ അവകാശമുണ്ടോ? അതോ ഇതിനെക്കുറിച്ചെങ്കിലും അല്ലാഹു തആല വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അല്ലാഹു തആല ഇങ്ങനെ പറഞ്ഞ ഖുർആനിന്റെ ആയത്തുകളെ വെച്ച് ചോദിക്കുമ്പോൾ അതിനെതിരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലെ പറയുന്ന ആളുകൾ അവർ വെറുതെ നബിതങ്ങൾ പറഞ്ഞു എന്ന് മാത്രം പറഞ്ഞിട്ടാണോ നമുക്കിത് പറഞ്ഞു തന്നത്? നമുക്കത് പരിശോധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായ നിലയിൽ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് വിവരിച്ച് നമുക്ക് തരുന്നുണ്ട് പല ആയത്തുകളിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല ഈ ലോകത്തേക്ക് നിയോഗിക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിന് തന്നെ ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പ്, 2600 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വയുസക്കിഹിം. പടച്ചവനെ, എന്റെ പരമ്പരയിൽ നിന്നൊരു പ്രവാചകനെ നീ അയക്കണം. എന്തെല്ലാം ജോലി ആ പ്രവാചകന് കൊടുക്കണം? ഒന്ന്, യത്ലു അലൈഹിം ആയാതി, പടച്ചവനെ നിന്റെ ആയാത്തുകളെ, നിന്റെ കലിമത്തുകളെ, വചനങ്ങളെ, കിതാബിനെ ജനങ്ങൾക്ക് ഓതി പഠിപ്പിച്ച്, ഓതി കേൾപ്പിച്ചു കൊടുക്കുക, ഓതി കൊടുക്കുക, ഒരു ജോലി. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, ഈ കിതാബിന്റെ വിശദീകരണം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. മൂന്നാമത്തെ ജോലി, അതവരെ പരിശീലിപ്പിച്ച് അതിനാവശ്യമായ മറ്റ് വിവരങ്ങൾ, സംശയ നിവാരണം നടത്തി ഉറച്ച വിവരങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നാലാമത്തെ ജോലി, ഈ ഖുർആനും ആ പറഞ്ഞ് പഠിപ്പിക്കപ്പെടുന്ന വിഷയങ്ങളും അനുസരിച്ചുള്ള ജീവിതത്തിന് അവരെ പരിശീലിപ്പിച്ച് അവരെ ശരിയായ നിലയിലുള്ള ആളുകളാക്കി സംസ്കരിച്ചെടുക്കണം. ഇങ്ങനത്തെ 4 ജോലിയുമുള്ള ഒരു പ്രവാചകനെ അയക്കണമേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തു. ആനാണ്, കഥയല്ല പറയുന്നത്. നിങ്ങൾ ആരും വിചാരിച്ചേക്കരുത് ഞാൻ കഥയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹദീസോ പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുകയാണെന്ന്. ഖുർആനാണ്. ഹാഫിളീങ്ങൾ ഇവിടെ ധാരാളം ഇരിപ്പുണ്ട്, ചോദിച്ചു നോക്കിക്കോളീൻ. ഇല്ലെങ്കിൽ എന്നോട് ചോദിക്കും, ഞാൻ കാണിച്ചു തരാം. ഖുർആനിൽ നിങ്ങൾ ഓതുന്ന ഏതെങ്കിലും ഓതുന്ന ഖുർആൻ എടുത്തുകൊണ്ട് വന്നാൽ മതി. ഞാൻ പറയുന്ന ഖുർആൻ വേണ്ട, നിങ്ങൾ ഓതുന്ന ഖുർആൻ കൊണ്ടൊന്ന് കാണിച്ചു തരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന് മറുപടി പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആ സ്വീകരിച്ചു. എന്നിട്ട് മറുപടി പറഞ്ഞു അല്ലാഹു തആല, അയക്കാം. കമാ അർസൽനാ ഫീകും റസൂലൻ മിൻകും യത്ലു അലൈക്കും ആയാതിനാ വയുസക്കീകും വയുഅല്ലിമുകുമുൽ കിതാബ വൽ ഹിക്മ. നിങ്ങളിൽ നിന്ന് തന്നെ, നിങ്ങളിൽപ്പെട്ട ഒരാളെ നിങ്ങളിലേക്ക് ദൂതനായി ഞാൻ അയക്കുന്നു. ആ ദൂതന്റെ ജോലി എന്റെ ആയത്തുകൾ നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കും, നിങ്ങളെ സംസ്കരിച്ചെടുക്കും, നിങ്ങൾക്ക് ആവശ്യമായ കിതാബിന്റെ വിവരണങ്ങൾ പറഞ്ഞു തന്ന് നിങ്ങളെ പഠിപ്പിക്കും, നിങ്ങളെ അതിനാവശ്യമായ മറ്റ് വിശദീകരണങ്ങൾ നൽകി നിങ്ങളെ പഠിപ്പിക്കുന്ന പ്രവാചകനെ അയക്കുന്നു. അല്ലാഹു തആല ഉത്തരവും പറഞ്ഞു. എത്ര ജോലിയുണ്ട് പ്രവാചകർക്ക്? ഓതിക്കൽപ്പിക്കൽ മാത്രമാണോ? അല്ല, 4 ജോലിയുണ്ട്. ഇത് അല്ലാഹു തആല എല്ലാ സ്ഥലത്തും എടുത്തെടുത്ത് പറയുന്നുണ്ട്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. കേട്ടിട്ടുണ്ടോ? സൂറത്ത് ജുമായിലൊക്കെ വെള്ളിയാഴ്ച ഇമാമിങ്ങൾ ഓതുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആരും അത് എതിർക്കില്ല ഈ ആയത്ത്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. ഈ 4 ജോലിയും ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന്. ഒന്നാമത്തെ ജോലി
യത്ലു അലൈഹിം ആയാതിഹി, ഖുർആനിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കൽ. ഇവർ ഈ പറയുന്നത് മാതിരി ഖുർആനിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിച്ചിട്ട് മതിയാക്കിയാൽ ജനങ്ങൾക്കിത് മനസ്സിലാകുമെങ്കിൽ പിന്നെ എന്തിന് അല്ലാഹു തആല ബാക്കി 3 ജോലി ഏൽപ്പിച്ചു? നമുക്കുള്ള അത്രയും വിവരം അല്ലാഹ്ക്ക് ഇല്ലാഞ്ഞിട്ടാണോ? മഅദല്ലാഹ്, പറയാൻ പാടില്ല. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ഖുർആൻ ഞങ്ങൾക്ക് മനസ്സിലാകും, പിന്നെ എന്തിനാ പഠിച്ചവനെ നീ ഈ ജോലിയെത്തി നബിയങ്ങളെ ഞങ്ങളങ്ങ് പഠിച്ചോളൂല്ലേ? അതുകൊണ്ട് ഞങ്ങൾക്കുള്ള അത്രയും പോലും നിനക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്നോ? അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്ന ആൾക്കാർ പിന്നെ എവിടെ ഈമാനിൽ നിലകൊള്ളുക? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നില്ല നിങ്ങൾക്ക് പറഞ്ഞു തരണം. ശരി, എവിടെന്ന് പറഞ്ഞു തരും? എവിടെന്ന് പറഞ്ഞു തരും? അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, തങ്ങൾ ഇതിന്റെ ആശയം എവിടെന്ന് കിട്ടുമെന്ന് അന്വേഷിച്ച് സ്വന്തം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ആയത്ത് ഓതുമ്പോ അതിനെക്കുറിച്ച് വലിയ ഗൗരവത്തിൽ ചിന്തിച്ച് തല പുണ്ണാക്കി മനസ്സിന് വിഷമമൊന്നും ഉണ്ടാക്കണ്ട, തങ്ങൾ ഓതിക്കൊണ്ടിരിക്കണ്ട. ജിബ്രീൽ ഓതുമ്പോ അനങ്ങാണ്ടിരുന്നങ്ങ് കേട്ടേച്ചാ മതി. ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബി ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബിഉ ഖുർആന സുമ്മ ഇന്ന അലൈനാ ബയാന. അല്ലാഹു തആല പറഞ്ഞു, തങ്ങൾ ധൃതി കൂട്ടണ്ട, തങ്ങൾക്കിത് മനസ്സിലാക്കി തരാം, തങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചു തരാം. ഇതെന്റെ ജോലിയാ, ഞാൻ ഏലതാ, ഞാൻ ചെയ്യും. ഇന്ന അലൈന ജംഅഹു വ ഖുർആന, ഈ ഖുർആൻ തങ്ങളുടെ മനസ്സിൽ ഒരുമിച്ച് കൂട്ടി വിട്ടുപോകാതെ പൂർത്തിയാക്കി ശരിയായ നിലയിൽ സൂക്ഷിച്ചു തരലും തങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചു വെക്കലും അത് വീണ്ടും അതേപോലെ തങ്ങളെ കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ ഓദിപ്പിക്കലും എന്റെ ജോലിയാ, ഞാൻ ചെയ്തോളാം. എന്നിട്ടോ സുമ്മ ഇന്ന അലൈന ബയാന, അല്ലാഹ് പറയാ, പിന്നെ ഈ ഖുർആനിന്റെ വിശദീകരണം അറിയിച്ചു തരലും എന്റെ ഉത്തരവാദിത്വമാണ്. എന്തിന്റെ വിശദീകരണം? എന്തിന്റെ വിശദീകരണം? ഖുർആനിന്റെ. അല്ലാഹ് തന്നെ പറയുക, സുമ്മ ഇന്ന അലൈനാ ബയാന, ഖുർആനിന്റെ വിശദീകരണം തങ്ങൾക്ക് പഠിപ്പിച്ചു തരൽ ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന എന്റെ ബാധ്യതയാണ്, ഞാനത് ചെയ്തോളാം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ വഴി അല്ലാതെ ഖുർആനിന്റെ വിശദീകരണം അറിയിച്ചു കൊടുക്കുമെന്നും അതിനൊരു വിശദീകരണം ഉണ്ടെന്നും അത് പറയൽ നബിതങ്ങളുടെ ബാധ്യതയാണെന്നും അത് പറയിപ്പിക്കുമെന്നും വെറുതെ നബിതങ്ങൾ പറഞ്ഞിട്ടങ്ങ് പോകാനല്ല, ഇത് അനുസരിക്കാനാണെന്നും അല്ലാഹ് തന്നെ പറയുന്നു. ഈ ഖുർആനിന്റെ വിശദീകരണമാണ് ഹദീസ്. ഇതിവിടെ മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര സ്ഥലത്ത് പറഞ്ഞു, വഅൻസൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. വഅൻസൽനാ ഇലൈക الذിക്റ, പരിശുദ്ധമായ ഖുർആൻ ഞാൻ തങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നു. ലിതുബയ്യിന ലിന്നാസി, ജനങ്ങൾക്ക് മുഴുവൻ തങ്ങൾ വിവരിച്ചു കൊടുക്കാൻ വേണ്ടി, ജനങ്ങൾക്ക് മുഴുവൻ തങ്ങൾ വ്യക്തമാക്കി വിവരിച്ചു കൊടുക്കാൻ, മാ നുസില ഇലൈഹിം, അവരിലേക്ക് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ ഖുർആനിന് ജനങ്ങൾക്ക് മുഴുവൻ തങ്ങൾ വിവരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ തങ്ങൾക്ക് ഈ ഖുർആനിനെ ഇറക്കി തന്നത്. വഅൻസൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. അല്ലാഹ് തന്നെ പറയുന്നു, ഈ ഖുർആനിന്റെ വിശദീകരണമുണ്ട്, അത് നബിക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കും, ഞാൻ അറിയിക്കും. ആ നബി തങ്ങൾ നിങ്ങളോട് പറയും. പറയുമ്പോൾ നിങ്ങളത് പഠിച്ചു വെക്കണം, പഠിച്ചു വെച്ചിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിക്കുമ്പോഴോ നിങ്ങൾ ഖുർആൻ മനസ്സിലാക്കിയവരാകും, ഇല്ലെങ്കിൽ തെറ്റിപ്പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഖുർആനിന് വിശദീകരണമുണ്ട്, വിവരണമുണ്ട്. ഇത് അള്ളാഹുവിങ്കൽ നിന്നും കിട്ടുന്നതാണ് എന്ന് അള്ളാഹ് തന്നെ പറയുന്നു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കുന്ന വഹ്യ് 2 തരത്തിലാണ് ഇതിൽ നിന്ന് മനസ്സിലായി. ഒന്ന്, ജിബ്രീൽ മുഖേന വന്ന് ഓതി കേൾപ്പിക്കുന്ന മത്ലൂവായ വഹ്യ്, അഥവാ പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ. ഇത് ഓതാനുള്ളതാണ്, ഓതിക്കൊണ്ടിരിക്കേണ്ടതാണ്, ഓതിക്കൊടുത്തതാണ്, തങ്ങൾ ഓതി കേൾപ്പിച്ചതാണ്, അതേ നിലയിൽ നമുക്ക് ഓതി കിട്ടിയതാണ്. ഇങ്ങനെ ഓതപ്പെടുന്ന ഒരു വഹ്യ് അല്ലാഹു തആല നബിതങ്ങൾക്ക് കൊടുത്തിരുന്നു. രണ്ടാമത്തെ ഒരു വഹ്യ് ഇതിന്റെ വിശദീകരണമായി അല്ലാഹു തആല നബിതങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുന്ന, മനസ്സിലാക്കി കൊടുക്കുന്ന, തങ്ങളുടെ മനസ്സിൽ ഇട്ടുകൊടുക്കുന്ന മറ്റൊരു വിശദീകരണം. വിശദീകരണം എന്ന് പറയുന്നത് ഒരിക്കലും എത്രയാണോ പറഞ്ഞത് അത്രയുമായിരിക്കുകയില്ല. ഒരു വചനത്തിന് വിശദീകരണം എഴുതിയാൽ വിശദീകരണം എന്തായാലും വചനത്തെക്കാൾ കൂടുതലുണ്ടാകും. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം വിശദീകരണം ഖുർആനേക്കാൾ കൂടുതലുള്ളതാണ്, അത് ഞാൻ തങ്ങൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. ഇത് നമ്മൾ നിസ്കാരത്തിൽ ഓതുന്നതല്ല.
ഇത് ഗൈറ മത്ലൂബായ വഹ്യ എന്ന് പറയും. വഹ്യ രണ്ട് വിധമുണ്ട്. ഒന്ന് വഹ്യ മത്ലൂബ്, ഒന്ന് വഹ്യ ഗൈറു മത്ലൂബ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ. ഈ ഹദീസുകൾ നിസ്കാരത്തിൽ ഓതിയാൻ പറ്റൂല. നിസ്കാരത്തിൽ അല്ലാഹു അക്ബർ കൈകെട്ടിയിട്ട് രണ്ട് ഹദീസ് ഓതിയാൽ നിസ്കാരം ശരിയാവില്ല. കാരണം അത് മത്ലൂബല്ല, ഗൈറു മത്ലൂബാണ്. മത്ലൂബായ വഹി തന്നെ ഓതണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആനിന്റെ വിശദീകരണം അറിയിച്ചു കൊടുത്തെന്നും അതുള്ളതാണെന്നും നബി തങ്ങൾ അത് പറഞ്ഞതാണെന്നും പറഞ്ഞാൽ അനുസരിക്കണമെന്നും അത് അല്ലാഹു തആല കൊടുക്കുന്ന വഹിയാണ്, അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നതാണ്. ആ വഹിയ മത്ലൂബ് ഒരു ഭാഗമുണ്ട്, അതല്ലാത്ത വഹിയ ഗൈറു മത്ലൂബ് മറ്റൊരു ഭാഗമുണ്ട്. ആ ഗൈറു മത്ലൂബായ വഹിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും വരുന്നത് എന്നും ഈ ആയത്തുകളിൽ നിന്നും മനസ്സിലായി. ഇതെങ്ങനെ വരും? ഇതിന് തെളിവുണ്ടോ? ഇങ്ങനെ വന്നിട്ടുണ്ടോ? ഏതെങ്കിലും വന്നതായിട്ട് വല്ലതും അറിയാമോ? എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? അല്ലാഹു തആല ആയാത്തുകളിൽ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമസ്കാരത്തിന് ശേഷം നമുക്ക് ഒരുമിച്ച് കൂടുമ്പോൾ പറയാം. എല്ലാവരും നമസ്കരിച്ചിട്ട് അതേപടി വേഗം തന്നെ ഇങ്ങോട്ട് വന്നേക്ക്, നമുക്ക് പറയാം. സുബ്ഹാനക്കല്ലാഹു. ഈ വിവരങ്ങൾ മുഴുവനും ഇന്ന് ഹദീസിന്റെ രൂപത്തിൽ നമ്മളുടെ മുമ്പിലുണ്ട്. ഇതില്ലാതെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന അള്ളാഹുവിന്റെ കൽപ്പനകൾ നിർവഹിക്കാൻ ലോകത്ത് ഒരു മനുഷ്യനും സാധിക്കുകയുമില്ല. കാരണം ഉദാഹരണത്തിന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ശരീഫിൽ മുഅ്മിനീങ്ങളായ മനുഷ്യർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അല്ലാഹു തആല പറയുന്നു നമസ്കാരത്തെക്കുറിച്ച്, അഖീമുസ്സലാത്ത് അല്ലദീന യുഖീമൂനസ്സലാത്ത് വൽ മുഖീമിസ്സലാത്ത്. അല്ലാഹു തആല നമസ്കാരത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: നമസ്കാരം നിലനിർത്തുവിൻ. അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകൾ, വിശ്വാസികൾ നമസ്കാരം നിലനിർത്തുന്നവരാണ്. നമസ്കാരം നിലനിർത്തുന്നവർ അള്ളാഹുവിന്റെ കൽപ്പനയെ അനുസരിക്കുന്നവരും നല്ല കാര്യങ്ങളിൽ വ്യാപൃതരാകുന്നവരുമാണ്. അതുകൊണ്ട് നിങ്ങൾ നമസ്കാരം നിലനിർത്തുവീൻ. ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹു നമസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാം ഈ ചുരുങ്ങിയ വാക്കുകളിൽ, നേരെ പറഞ്ഞാൽ ഇഖാമത്തുസ് സലാത്ത്, നമസ്കാരം നിലനിർത്തുക എന്നത് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ നമസ്കാരത്തെക്കുറിച്ച് എങ്ങനെ നിർവഹിക്കും? ഒരാൾ ഖുർആൻ മാത്രം മതി എന്ന് വാദിക്കുന്ന ഒരാളോട് നമുക്ക് ചോദിക്കാനുള്ളത്, നമസ്കാരം എപ്പോഴാണ് നിർവഹിക്കേണ്ടത്? എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്? എത്ര വീതമാണ് നിർവഹിക്കേണ്ടത്? അതിന്റെ റക്അത്തുകൾ എത്രയാണ്? എന്തെല്ലാമാണ് അതിൽ വരേണ്ട പ്രവർത്തനങ്ങൾ? അതിന്റെയൊക്കെ രീതി എങ്ങനെയാണ്? അതിൽ എന്തെല്ലാമാണ് പറയേണ്ടത്? എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്? ഈ വക കാര്യങ്ങളെ കുറിച്ചെല്ലാം ഖുർആനിൽ എവിടെയുമില്ല. ഖുർആനിൽ എവിടെയും അല്ലാഹു തആല പറയുന്നില്ല. നമസ്കാരത്തിന്റെ സമയങ്ങളെ സംബന്ധിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ എടുത്താണല്ലോ ചില ഹദീസ് നിഷേധികളായ ആളുകൾ നമസ്കാരം 3 വക്ത് മതി, ചില ആളുകൾക്ക് 2 മതി, ഇങ്ങനെയൊക്കെ പറയുന്നത്. കാരണം അവർക്ക് ഖുർആൻ മനസ്സിലാക്കാൻ ഹദീസിന്റെ ആവശ്യമില്ലാതെ വന്നപ്പോൾ അവർ വഴിതെറ്റിപ്പോയി. അവർക്ക് അത്രയേ മനസ്സിലാക്കാൻ സാധിച്ചുള്ളൂ. അതാണ് ഖുർആൻ എളുപ്പമായി മനസ്സിലാക്കും, വ്യക്തമായതാണ് എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് പറ്റുന്ന അബദ്ധം. നമസ്കാരത്തിന്റെ റക്അത്തുകളെ കുറിച്ച് ഖുർആനിലില്ല. സുബ്ഹി എത്ര നമസ്കരിക്കണം, മഗ്രിബ് എത്ര, ഇശാ എത്ര, ളുഹർ എത്ര, അസ്ർ എത്ര, ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ആർക്കും കാണിച്ചു തരാൻ സാധ്യമല്ല. ഓരോ റക്അത്തുകളിലും എന്തെല്ലാം ചെയ്യണം ഇതിനെക്കുറിച്ച് എവിടെയുമില്ല. ചില സ്ഥലങ്ങളിൽ അല്ലാഹു തആല നമസ്കാരത്തിൽ ചെയ്യേണ്ട ചില പ്രത്യേകമായ കാര്യങ്ങൾ പലയിടത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ഥലത്ത് പറഞ്ഞു വഖൂമു ലില്ലാഹി ഖാനിതീൻ, നമസ്കരിക്കാൻ നിങ്ങൾ നിൽക്കണമെന്ന്. ബാക്കി അവിടെയില്ല. വേറെ ഒരു സ്ഥലത്ത് അല്ലാഹു തആല പറഞ്ഞു ഫഖറഉ മാ തയസ്സറ മിനൽ ഖുർആൻ, ഖുർആൻ നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ ഓതുവീൻ. അപ്പൊ നമസ്കാരത്തിൽ ഖുർആൻ ഓതണമെന്ന്. അത് മറ്റൊരു സ്ഥലത്ത്. എവിടെയാണ് ഓതേണ്ടത് പറഞ്ഞിട്ടില്ല. റുക്കൂഇൽ ഓതണമോ, സുജൂദിൽ ഓതണമോ, അത്തഹിയ്യാത്തിൽ ഓതണമോ, നൃത്തത്തിൽ ഓതണമോ, ഇഅ്തിദാലിൽ ഓതണമോ, ഇസ്തിറാഹത്തിൽ ഓതണമോ? ഖുർആനിൽ പറഞ്ഞിട്ടില്ല.
ഫഖ്റഊ മാ തയസ്സറ മിനൽ ഖുർആൻ. എന്തോദണം? ഫാത്തിഹ ഓതണമോ സൂറത്ത് ഓതണമോ? ഇതും ഖുർആനിൽ വിവരണമില്ല. നിങ്ങൾക്ക് പറ്റുന്ന ഖുർആൻ ഓതി. അപ്പൊ ഒരാള് കൈകെട്ടി നിന്ന് യാസീൻ അല്ലാഹു അക്ബർ എന്ന് റുക്കൂ ചെയ്ത ഖുർആൻ അനുസരിച്ചതായി. കാരണം പറ്റുന്ന ഖുർആൻ ഓതാനാ പറഞ്ഞിരിക്കുന്നത്. ഫഖ്റഊ മാ തയസ്സറ മിനൽ ഖുർആൻ. അതുപോലെ റുക്കൂഇനെ സംബന്ധിച്ച് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഒരു സ്ഥലത്ത് സുജൂദിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. റുക്കൂ എന്ന് പറഞ്ഞാൽ എന്താ? റുക്കൂ എന്ന് പറഞ്ഞാൽ എന്താ? സുജൂദ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊന്നും ഖുർആനിൽ വിവരിക്കുന്നില്ല. എങ്ങനെ സുജൂദ് ചെയ്യണം? ഒന്നുമില്ല. ഏകദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിലാണ് ഇതിന്റെ മുഴുവൻ വിശദീകരണവും വന്നിരിക്കുന്നത്. അപ്പൊ നമസ്കാരത്തെക്കുറിച്ച് ഒരു മനുഷ്യൻ മനസ്സിലാക്കണമെങ്കിൽ അവൻ ഖുർആൻ കൊണ്ട് നമസ്കരിക്കാൻ ഒരു വഖ്ത് പോട്ടെ, ഒരു റക്അത്ത് പോലും ഖുർആൻ മാത്രം ഒരു മനുഷ്യന് നമസ്കരിക്കാൻ സാധ്യമല്ല. ഏകദേശം 2000-ഓളം ഹദീസുകളിലാണ് നമസ്കാരത്തിന്റെ നിയമങ്ങൾ വിവരിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന് രണ്ടുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അഖീമുസ് സലാത്ത എന്ന് പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ വചനത്തിന്റെ, ഈ ഇഖാമത്തു സലാത്തിന്റെ വിശദീകരണം 2000-ഓളം ഹദീസുകളിലാണ് വന്നിട്ടുള്ളത്. നമസ്കാരത്തിന്റെ നിയമങ്ങൾ ഈ 2000 ഹദീസുകളെ മാറ്റിവെച്ചിട്ട് ഒരാൾ നമസ്കരിക്കാൻ നിന്നാൽ ഒരു റക്അത്ത് പോലും നമസ്കരിക്കാൻ പറ്റുകയില്ല. ഇരിക്കട്ടെ, അതിനപ്പുറത്തേക്ക് നമുക്ക് നോക്കാം. നമസ്കാരം അല്ലാഹു തആല പറഞ്ഞു അഖീമുസ് സലാത്ത്, സലാത്ത് നിർവഹിക്കാൻ പറഞ്ഞു. എന്താ? അറബി ഭാഷയിൽ ഇവിടെ ഇരിക്കുന്ന ധാരാളം ആലിമീങ്ങളുണ്ട്, മുതഅല്ലിമീങ്ങളുണ്ട്, അറബി ഭാഷ അറിയാവുന്നവരുണ്ട്. എന്താണ് സലാത്ത് എന്ന് പറഞ്ഞ അറബി ഭാഷയിൽ അർത്ഥം? സലാത്ത് എന്ന് പറഞ്ഞാൽ ദുആ, ദുആ ചെയ്യുക എന്നാണ് അർത്ഥം. അറബി ഭാഷയിൽ സലാത്ത് എന്ന പദത്തിന് ദുആ എന്നാണ് അർത്ഥം. അപ്പൊ അറബി അറിയാവുന്ന ഒരാൾ ഖുർആൻ പഠിച്ചിട്ട് നമസ്കരിക്കാൻ നിന്നാൽ എന്താകും? അഖീമുസ് സലാ, ദുആ നടത്ത് എന്നർത്ഥം പറഞ്ഞാൽ അവനെ കുറ്റം പറയാൻ ഒക്കില്ല. അപ്പൊ അവൻ നമസ്കരിക്കേണ്ട പള്ളിയിലൊന്നും പോകണ്ട, എവിടെയെങ്കിലും ഇരുന്ന് ഒന്ന് ദുആ ചെയ്താൽ മതി. അതാണ് അറബി പദത്തിലെ അർത്ഥം. ഇനി അതിനപ്പുറത്തേക്ക് നോക്കാം. സലാത്ത് എന്ന പദത്തിന് സലാത്ത് എന്ന പദത്തിന് തഹരീഖു സിൽവൈൻ അറബിയിൽ അർത്ഥമുണ്ട്, ഇളക്കുക എന്ന്. അപ്പൊ ഒരാള് നമസ്കാരം എന്ന് പറഞ്ഞാൽ അഖീമുസ് സലാത്ത ആയത്തിന്റെ അർത്ഥം ഡാൻസ് ആണെന്ന് പറഞ്ഞിങ്ങനെ കുലുങ്ങിയ നിന്നിട്ട് ആടിയ നമസ്കാരമായി. അഖീമുസ് സലാ, സലാത്താണ് അല്ലാഹു പറഞ്ഞേക്കുന്നത്. കാരണം അറബി ഭാഷയിൽ അർത്ഥമുണ്ട്. സലാത്ത് എന്ന പദത്തിന് തസ്ലിയത്ത്, ചൂടുവെക്കുക എന്ന അർത്ഥമുണ്ട്. ചൂടുവെക്കുക. അപ്പൊ ഒരാൾ മനസ്സിലാക്കി സലാത്ത്, കാരണം എല്ലാവർക്കും മനസ്സിലാക്കാവുന്നല്ലേ പറഞ്ഞേക്കുന്നത്, എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയാണ്. ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, അറബി ഭാഷയിലുള്ള അർത്ഥം സലാത്തിന് തസ്ലിയത്തിന്റെ അർത്ഥം ചൂടുവെക്കുക എന്നുണ്ട്. ഒരാൾ ചൂടുവെള്ളം ഒരു ഇതിൽ എന്ത് പറയും? സാമാന്യ ബുദ്ധിയുള്ള ആളുകളൊന്നും ആലോചിച്ചു. കാരണം ഖുർആനിൽ വുളൂ ചെയ്യുന്ന എങ്ങനെയാന്ന് പറഞ്ഞിട്ടില്ല. ഖുർആനിൽ പറഞ്ഞേക്കുന്ന അനുസരിച്ച് വുളൂ ചെയ്യാൻ നിന്നാൽ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പോയി നിൽക്കുമ്പോൾ ഇമാമ മിഹ്റാബിലും മുഅദ്ദിൻ മിമ്പറിന്റെ താഴെയും ബാക്കിയുള്ളവരെല്ലാം സഫിൽ നിന്ന് ഓരോ കപ്പിൽ വെള്ളം പിടിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളൂ എങ്ങനെയാണ് സഹാബാക്കൾ ചോദിച്ചു. വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളൂ ചെയ്ത് കാണിച്ചു കൊടുത്തു. ഹാദാ വുളൂഇ വവുളൂഉൽ അംബിയാ മിൻ ഖബ്ലി, ഇതാണ് ഞാൻ ചെയ്യേണ്ട വുളൂ, എന്റെ മുമ്പുള്ള നബിമാരും ഇങ്ങനെയാ വുളൂ ചെയ്തത്. സഹാബാക്കളോട് ചോദിക്കണം. ഇന്ന് വരെയുള്ള ഹദീസിന്റെ ക്രോഡീകരണത്തിന്റെ ചരിത്രം മുഴുവനും ഞാൻ പറയേണ്ടി വരും. അത് കലക്കി ഒഴിച്ചു തരാൻ പറഞ്ഞാൽ സാധിക്കില്ല. വേറെ വേറെ തരാൻ പറ്റുള്ളൂ. ഗുളികയായിട്ട് ഉരുട്ടിത്തരാൻ പറ്റിയ സാധനമൊന്നുമല്ല. ഇവരതിന് ആദ്യമായിട്ട് പറയുന്ന ഒരു സ്വീകാര്യോഗ്യമായ മാർഗത്തിൽ ഹദീസ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞവർ മുസ്ലിമിന്റെ ഹദീസ് ഉദ്ധരിച്ച് നമുക്കെതിരൊരു തെളിവ് പറയുന്നു. അവർ ആ ഹദീസ് സ്ഥിരപ്പെടുത്തട്ടെ, എന്നിട്ട് നമുക്ക് മറുപടി പറയാം. അതുകൊണ്ട് അത് മാത്രം മതി. ബാക്കി ഹദീസിന്റെ ക്രോഡീകരണത്തിന്റെ ചരിത്രം അടുത്ത മജ്‌ലിസിൽ എപ്പോഴെങ്കിലും ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞോളാം. ഇതെന്തായാലും സമ്മതിക്കണമല്ലോ. അവർ തെളിവായിട്ട് പറഞ്ഞു. വേറെ ഒരു തെളിവും അവർക്കില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസ് എഴുതരുതെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എഴുതി വെച്ചു എന്ന് പറയുന്നത് ശരിയല്ല. സഹാബാക്കൾ നബിതങ്ങൾ പറഞ്ഞതിനെതിരെ ചെയ്യൂല, അതുകൊണ്ട് അവർ എഴുതി വെച്ചിട്ടില്ലായിരുന്നു. എന്ത് വ്യക്തമായ നിയമം! സഹാബാക്കൾ നബിതങ്ങൾ പറഞ്ഞതിനെതിരെ ചെയ്യൂല. ഇപ്പൊ നേരത്തെ പറഞ്ഞു സഹാബാക്കൾക്കും അത് അംഗീകരിക്കുന്ന നിയമവും ഇല്ലാന്ന്. ഹദീസ് വേണ്ട, ആർക്കും അത് അംഗീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് നേരത്തെ പറഞ്ഞു. ഇപ്പൊ പറയുന്നു സഹാബാക്കൾ നബിതങ്ങളുടെ കൽപ്പനയ്ക്കെതിരെ ചെയ്യൂല, അതുകൊണ്ട് എഴുതി വെച്ചിട്ടില്ലായിരുന്നു. അതും മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസായിട്ട് അവർ തെളിവ് പറയുന്നത്. എന്നിട്ട് മുസ്ലിം എഴുതി വെച്ച ഹദീസ് അത് 300 ഹിജറ 300-ൽ എഴുതി വെച്ചതാണ്, അത് തെറ്റാണ്, അതൊന്നും സ്വീകരിക്കാൻ പറ്റൂല. അത് എന്നാ പിന്നെ മുസ്ലിം എഴുതി വെച്ചത് ഈ ഹദീസ് എങ്ങനെ സ്വീകരിക്കും? അതോ ഇവർക്ക് മാത്രം തെളിവായിട്ടുള്ളത് സ്വീകരിക്കുമെന്ന്? അല്ലാഹു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസ് എഴുതി വെക്കരുത്, എഴുതരുത് എന്ന് പറഞ്ഞു. അവർ പറഞ്ഞ തെളിവായി ഉദ്ധരിച്ച ഹദീസ് നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല. ഇരിക്കട്ടെ, നമ്മളിപ്പോ തൽക്കാലം വാദത്തിന് വേണ്ടി സ്വീകരിക്കാം. എന്നാൽ അവർ ഉദ്ധരിച്ച ഹദീസ് തന്നെ അവർക്കെതിരിൽ തെളിവാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തുകൊണ്ടാണ് മായ്ച്ചു കളയണമെന്ന് പറഞ്ഞത്, എഴുതരുതെന്ന് പറഞ്ഞത്? നിങ്ങൾ എഴുതരുത്, ആരെങ്കിലും എഴുതി വെച്ചാൽ മായ്ച്ചു കളയണമെന്ന് പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി സഹാബാക്കളുടെ കാലത്ത് എഴുതാറുണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ എഴുതി വെച്ചത് മായ്ച്ചു കളയണമെന്ന് പറഞ്ഞത്. എഴുതാത്തത് മായ്ച്ചു കളയാൻ പറയൂ? ഫമൻ കതബ അന്നി ഗൈറൽ ഖുർആനി ഫൽയംഹുഹു, ഖുർആൻ അല്ലാത്ത വല്ലതും എഴുതി വെച്ചവർ അത് മായ്ച്ചു കളഞ്ഞേക്കണമെന്ന് നബി തങ്ങൾ പറഞ്ഞു. എപ്പോഴാ പറയുക? എഴുതുന്നത് നബി തങ്ങൾ കാണുകയും അറിയുകയും ചെയ്തു. അങ്ങനെ എഴുതി വെച്ചതിനെയാണ് മായ്ച്ചു കളയാൻ പറഞ്ഞത്. അപ്പൊ നബി തങ്ങളുടെ കാലത്ത് എഴുതി എന്നുള്ളതിന് ഉറപ്പായ തെളിവ് അവരുടെ കയ്യിൽ തന്നെ ഉണ്ട്. എന്നിട്ട് അവർ നമ്മളോട് പറയുന്നു എഴുതിയില്ല. ഇതാണ് സാധാരണ നിലയിൽ ഇങ്ങനെയാണ് തെറ്റ്. ബാത്തില് പറയുമ്പോ മനുഷ്യനെ ഇങ്ങനെ പൊട്ടീസാക്കുക, എന്തെങ്കിലും പറഞ്ഞ് പൊട്ടന്മാരെ ആക്കിയിട്ട് കബളിപ്പിച്ച് സമ്മതിപ്പിക്കും. ഹക്ക് വേറെ ഭാഗത്തായിരിക്കും. ഹക്ക് പറയുമ്പോ തെളിവിന്റെ മുന്നിൽ അവർ കീഴ്പ്പെട്ടു പോകും, മിണ്ടാൻ പറ്റാതെയാകും. ബാത്തിൽ ഇങ്ങനെ പറയുമ്പോ ശരിയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതരുതെന്ന് പറഞ്ഞു. സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങളെ അങ്ങനെ തന്നെ അനുസരിക്കുന്നവരാണ്, അതുകൊണ്ട് അവർ എഴുതിയിട്ടില്ല. സഹാബാക്കൾ എഴുതാത്തത് പിന്നീട് എങ്ങനെ എഴുതി ഉണ്ടാക്കി? ശരിയല്ലേ? ചോദിച്ചാൽ കേട്ടാ കൊള്ളാം പറയുന്നത്, പക്ഷെ അവർ പറയുന്ന വാക്ക് തന്നെ അവർക്കെതിരായ തെളിവാണെന്ന് അവർക്കേ ബോധമില്ല. ശരി, വാദത്തിന് വേണ്ടി തൽക്കാലം സമ്മതിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് എഴുതാൻ പറഞ്ഞില്ല, എഴുതരുതെന്ന് പറഞ്ഞു, എഴുതിയാ മായ്ച്ചു കളയണമെന്ന് പറഞ്ഞു. ശരിയാണ്. ഇതെപ്പോഴാണ്? ഒരു കാര്യം പറഞ്ഞാൽ ആ പറഞ്ഞ കാര്യം എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണോ, അതോ അതിന് മാറ്റമായ വേറെ കൽപ്പന വന്നിട്ടുണ്ടോ? ഇവരെന്തു പറയും? പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ അല്ലാഹു തആല കള്ളുകുടിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കള്ളുകുടിയെ കുറിച്ച് ചോദിച്ചപ്പോ പറഞ്ഞു കുഴപ്പമില്ല, പിന്നെ അതിൽ കുറെ ദൂഷ്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും പ്രയോജനവും ഉണ്ട് എന്ന് പറഞ്ഞേക്കാൻ. യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ് വഇസ്മുഹുമാ അക്ബറു മിൻ നഫഇഹിമാ. ഇവരെന്ത് പറയും? അല്ലാഹ് പറഞ്ഞേക്കുന്നത് കള്ളുകുടിക്കാൻ കുഴപ്പമൊന്നുമില്ല, പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കാതിരുന്നാ മതി എന്നാ പറഞ്ഞേക്കുന്നതെന്ന്. അതിനപ്പുറം വേറെ ആയത്തുണ്ടോ? അതിനപ്പുറം വേറെ ആയത്തുണ്ടോ? അതും കൂടെ നോക്കണ്ടേ? ഖുർആനിൽ രണ്ടാമത് അല്ലാഹു തആല പറഞ്ഞു വലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുകാറാ ഹത്താ തഅലമൂ മാ തഖൂലൂൻ. കള്ളു കുടിച്ച് ലഹരി ബാധിച്ച് നിസ്കരിക്കാൻ വരരുത്. അപ്പൊ നിസ്കാരം അല്ലാത്ത സമയത്ത് കുടിച്ചോളാൻ. ഇനി അതിനപ്പുറം അല്ലാഹു വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് പിന്നെ നോക്കണ്ടേ? പിന്നെ അല്ലാഹു തആല പറഞ്ഞു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ ഫസ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംറി വൽ മൈസിർ വയസുദ്ദക്കും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാത്ത് ഫഹൽ അൻതും മുൻതഹൂൻ. പൂർണ്ണമായി കള്ള് ഹറാമാക്കി. അപ്പൊ മൂന്നാമത്തെ ആയത്ത് വന്നപ്പോഴാ അല്ലാഹു തആല ഒന്ന് പറഞ്ഞു, രണ്ടാമത് പറഞ്ഞു, മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതരുതെന്ന് പറഞ്ഞു. അതോടെ ഖിയാമത്ത് നാളായിപ്പോയി, പിന്നെ ഒന്നും പറഞ്ഞില്ല എന്നാണ് പറയുന്നതിനർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതരുതെന്ന് പറഞ്ഞു. അത് ആദ്യകാലത്താണ്. കാരണം ഖുർആൻ ശരീഫ് അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ആദ്യകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ കൂടി ചേർത്തെഴുതിയാൽ ഖുർആനും ഹദീസുമായി കലർന്നു പോകും. തിരിച്ചെഴുതാൻ സഹാബാക്കൾക്ക് സൗകര്യമില്ലായിരുന്നു. എഴുത്തും വായനയും ശരിയായ നിലയിൽ അറിയാവുന്ന ആളുകൾ വളരെ കുറവായിരുന്നു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ എഴുതി വെക്കണമെങ്കിൽ എഴുതി വെച്ചോ, പക്ഷെ ഹദീസ് നിങ്ങൾ കേട്ട് മനപ്പാടമാക്കി വെക്കണം, അല്ലാതെ എഴുതി ഈ കൂട്ടത്തിൽ വെക്കരുത്. കാരണം എന്താ? ഖുർആൻ എഴുതുമ്പോ അതിന് നബി തങ്ങൾ പറഞ്ഞ വിശദീകരണവും കൂടെ കൂട്ടത്തി എഴുതും. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു, എഴുതി വെക്കുന്നത്. ഒരിക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയത്തെഴുതി ഹാഫിളു അല സ്വലവാതി വസ്സലാത്തിൽ വുസ്ത വഖൂമു ലില്ലാഹി ഖാനിതീൻ. ആയത്ത് വന്നു. ആയത്തിന്റെ വിശദീകരണം നബി തങ്ങൾ പറഞ്ഞു ഹാഫിളു അല സ്വലവാത്, മുഴുവൻ നമസ്കാരങ്ങളെയും നിങ്ങൾ കൃത്യനിഷ്ഠയോടുകൂടി നിർവഹിക്കുകയും വസ്സലാത്തിൽ വുസ്ത, പ്രധാനപ്പെട്ട നമസ്കാരത്തെയും. എന്നിട്ട് നബി തങ്ങൾ അതിന് വിവരണം പറഞ്ഞു കൊടുത്തു. സലാത്തിൽ അസർ, പ്രധാനപ്പെട്ട നിസ്കാരമെന്ന് അല്ല എടുത്തു പറഞ്ഞത് അസർ നമസ്കാരമാണെന്ന് വിവരണം കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ് എഴുതിയ ആളെടുത്ത് ഹാഫിളു അല സ്വലവാതി വസ്സലാത്തിൽ വുസ്ത എഴുതിയിട്ട് അതിന്റെ കൂട്ടത്തിൽ വസ്സലാത്തിൽ അസർ എന്നും കൂടെ എഴുതി വെക്കാൻ പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ എഴുതിച്ചു. കാരണം അവർക്ക് ശരിയായിട്ട് മനസ്സിലാകും ഇത് വിശദീകരണമാണെന്ന്. പക്ഷെ ഇന്ന് ആയിഷ റളിയല്ലാഹു അൻഹ എഴുതി വെച്ച കിതാബ് നമ്മുടെ കയ്യിൽ കിട്ടിയ നമ്മൾ എന്തോതും ഹാഫിളു അല സ്വലവാതി വസ്സലാത്തിൽ വുസ്ത വസ്സലാത്തിൽ അസർ വഖൂമു ലില്ലാഹി ഖാനിതീൻ, എല്ലാം ഖുർആനായിട്ട് നമ്മൾ ഓതും. ഇത് വരാതിരിക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യകാലത്ത് പറഞ്ഞത് എഴുതണ്ട. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഖയ്യിദുൽ ഇൽമ, ഖയ്യിദുൽ ഇൽം,
ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അറിവാണ്. ഇത് നിങ്ങൾ ബന്ധിപ്പിച്ചു വെക്കണം, ഇത് സൂക്ഷിച്ച് നിങ്ങൾ വെക്കണം. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ് വമാ തഖീദുഹു, എങ്ങനെയാണ് അതിനെ ബന്ധിപ്പിക്കുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ കിതാബ, എഴുതലാണെന്ന്. അതുകൊണ്ട് എഴുതി വെക്കണം. ഒരു അൻസാരിയായ സഹാബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ, ഞാൻ തങ്ങളിൽ നിന്ന് ധാരാളം ഹദീസുകൾ തങ്ങൾ പറയുന്നത് കേൾക്കുന്നു, പക്ഷെ എനിക്കെല്ലാം ഓർമ്മ നിൽക്കുന്നില്ല, മനപ്പാടമാക്കാൻ പറ്റുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഇൻ ബിയമീനിക്, നിന്റെ കൈ കൊണ്ട് സഹായം തേട്, അഥവാ എഴുത്. എഴുതണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ സഹാബാക്കളോട് എഴുതാൻ പറഞ്ഞു. ഇനി അപ്പുറത്തേക്ക് പറയാൻ സമയം തീർന്നു പോയി എന്നാണ് സംഘാടകർ പറയുന്നത്. ബഹുമാനപ്പെട്ട അബ്ദുൽ ശുക്കൂർ ഉസ്താദിന് ഇതിന്റെ എല്ലാം ആകെ രത്നച്ചുരുക്കം പറയാൻ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് അബ്ദുൽ ശുക്കൂർ ഉസ്താദിനെ ബാക്കി ഇതിന്റെ ഭാഗം നിങ്ങളോട് അതിന്റെ രത്നച്ചുരുക്കം പറഞ്ഞ് പൂർത്തിയാക്കാൻ വേണ്ടി ഏൽപ്പിച്ച് ഞാൻ തൽക്കാലം മറ്റൊരു സമയത്ത് പിന്നീട് ഇതിന്റെ ബാക്കി പറഞ്ഞുകൊള്ളാം എന്ന് ഉള്ള വാഗ്ദാനം അള്ളാഹു പൂർത്തിയാക്കാൻ തൗഫീഖ് തരട്ടെ. ആ ആഗ്രഹത്തിൽ നിർത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളെ സംബന്ധിച്ച് പറഞ്ഞ 3 കാര്യങ്ങളിൽ 2 കാര്യം വിശദമായി പറഞ്ഞ് ഏകദേശം മനസ്സിലാകുന്ന ഭാഗത്തിന്, മൂന്നാമത്തത് ഹദീസ് നമ്മളിലേക്ക് സ്വീകാര്യോഗ്യമായ വഴിയിൽ വന്നു കിട്ടിയിട്ടില്ല എന്നുള്ളതായിരുന്നു. അതിന്റെ ആരംഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ ഹദീസ് എഴുതി വെക്കാറുണ്ടായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. അതിനുശേഷം നമ്മളിലേക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത് അടുത്ത മജ്‌ലിസിൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞോളാം. ഏതായാലും ഹദീസ് നബി തങ്ങളുടെ കാലത്ത് എഴുതാറുണ്ടായിരുന്നുവെന്നും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി വെക്കാൻ പറഞ്ഞു എന്നും അത്രയും നമുക്ക് മനസ്സിലായി. പിന്നെ ഹദീസിനെ എങ്ങനെയെല്ലാം സൂക്ഷിച്ചു, അതിന്റെ വഴികൾ, ക്രോഡീകരണം സമയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. സമാധാനത്തോടുകൂടി ഇത്ര നേരെയെങ്കിലും ക്ഷമിച്ചിരുന്ന നിങ്ങൾക്ക് അല്ലാഹു നല്ല കൂലി തരട്ടെ. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ബാക്കിയുള്ള ഉപദേശങ്ങളും കൂടെ കേട്ട് ദുആ ചെയ്ത് നമുക്ക് പിരിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മജ്‌ലിസിനെ 100% പൂർണ്ണമായ നിലയിൽ കബൂലാക്കി തരുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്.